तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्। ॐ भूर्भुवस्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात्। ആറ്റുകാലമ്മയ്ക്ക് പ്രണാമം. വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവമാണ്
ഇവിടെ കൊണ്ടാടുന്നത്. മുൻ വർഷത്തെ പോലെ ഈ വർഷവും ചേന്തി റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കി വരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാളും ഇരട്ടി ആളാണ് ഇത്തവണ ചേന്തിയിൽ പൊങ്കാല അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. പാലക്കാട്, വയനാട്, എറണാകുളം, പത്തനംതിട്ട, മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നും നിരവധി ഭക്തർ തലേ ദിവസം തന്നെ ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അവർക്ക് കിടക്കാനുള്ള സൗകര്യവും മറ്റും ഭക്ഷണങ്ങളും മറ്റുമൊക്കെ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത്തവണ കഴിഞ്ഞ വർഷത്തെ ഇരട്ടി ഭക്തജനമാണ് ഇത്തവണ ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ പൊങ്കാല അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും റെസിഡൻസ് അസോസിയേഷൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
ഒരിക്കൽ കൂടി തിരുവനന്തപുരം ആറ്റുകാൽ പൊങ്കാലയുടെ ഭക്തിലഹരിയിലാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിയിട്ടുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹോദരിമാർക്ക് ആതിഥ്യമരുളുകയാണ് തിരുവനന്തപുരത്തെ ജനങ്ങളെല്ലാവരും. ഇവിടെ ചേന്തി റെസിഡൻസ് അസോസിയേഷനും ഈ പ്രദേശത്തുള്ളവരും മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ളവർക്ക് പൊങ്കാല സമർപ്പിക്കാനുള്ള സൗകര്യമൊരുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ചേന്തി അനിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തജനങ്ങളായിട്ടുള്ള നമ്മുടെ സഹോദരിമാർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷനാണ് ചേന്തി റെസിഡൻസ് അസോസിയേഷൻ. ഈ തവണയും അമ്മയ്ക്ക് പൊങ്കാല ഇടാനുള്ള സൗകര്യമൊരുക്കുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. എല്ലാ സഹോദരിമാർക്കും ജനങ്ങൾക്കും എനിക്ക് എൻ്റെ ആറ്റുകാൽ പൊങ്കാലയുടെ ആശംസകൾ. അമ്മയ്ക്ക് പ്രണാമം.
സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം തലസ്ഥാന നഗരിയെ ഒരു യാഗഭൂമിയാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആറ്റുകാൽ ക്ഷേത്രത്തിലും പരിസരത്തിലും ഒതുങ്ങി നിന്നിരുന്ന പൊങ്കാല ഇന്ന് തിരുവനന്തപുരം നഗരത്തിൻ്റെ 101 കോർപ്പറേഷൻ വാർഡുകളിലേക്കും വ്യാപിച്ചൊരു കാഴ്ചയാണ് കാണുന്നത്. കേരളത്തിനകത്തു നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിലെ മലയാളികളും മറ്റു രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഈ ഉത്സവം പ്രമാണിച്ച് വന്ന ആളുകളുമൊക്കെ പല സ്ഥലങ്ങളിലും കാണാനിടയായി. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹ അഭിലാഷങ്ങളുടെ ഒരു പൂർത്തീകരണമായിട്ടാണ് പൊങ്കാല മഹോത്സവത്തെ അവർ നോക്കിക്കാണുന്നത്. നഗരത്തിൻ്റെ പല ഭാഗത്തും കനത്ത വെയിൽ ഏറ്റ് പൊങ്കാല ഇടുന്ന സ്ത്രീകളെ നമുക്ക്, സഹോദരിമാരെ, അമ്മമാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് ചേന്തി റെസിഡൻസ് അസോസിയേഷൻ്റെ ഏരിയയിലെ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന സഹോദരിമാരുടെ അമ്മമാരുടെ ഇടയിലാണ്. ചേന്തി റെസിഡൻസ് അസോസിയേഷൻ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സന്നദ്ധ പ്രസ്ഥാനമാണ്. പൊങ്കാല മഹോത്സവ കാലത്ത് മാത്രമല്ല, മറ്റെല്ലാ കാലങ്ങളിലും നമ്മുടെ നാട്ടിലെ അശരണരും ആലംബഹീനരും ദുരിതം പേറുന്നവരും ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം അസോസിയേഷൻ നടത്താറുണ്ട്. ഇന്നിപ്പോൾ നാടിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അമ്മമാർക്കൊക്കെ തന്നെ, സഹോദരിമാർക്ക് എല്ലാ സൗകര്യങ്ങളും അസോസിയേഷൻ നേതൃത്വം ചെയ്തു കൊടുക്കുന്നുണ്ട്. അസോസിയേഷൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള ശ്രീ ചേന്തി അനിലും സംഘവും ഇക്കാര്യത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും നല്ല പങ്കിനെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രശംസിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ആകെ ഒരു സങ്കടമെന്ന് പറയുന്നത്, എല്ലാ കാലത്തും അനിയോടൊപ്പം അനിയുടെ ഭാര്യ സിനി എപ്പോഴും ഈ പ്രവർത്തനങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടാകുമായിരുന്നു. ഇപ്രാവശ്യം അകാലത്തിൽ അവർ നഷ്ടപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് ഇത് നടക്കുന്നത്. ആ ഒരു സങ്കടം സ്വാഭാവികമായിട്ടും അവരെയും ഈ ഉത്സവകാലത്തെ ഒരുക്കങ്ങളെയും തിരിച്ചറിയാവുന്ന എല്ലാവരുടെ മനസ്സിലുണ്ടാകും. എൻ്റെ മനസ്സിലും അത് അലയടിച്ചു വരുന്നുണ്ട്. ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ച് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കാൻ എത്തിച്ചേർന്ന എല്ലാ അമ്മമാർക്കും പെങ്ങന്മാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഉത്സവാശംസകൾ അർപ്പിച്ച് ആറ്റുകാലമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ മഹോത്സവത്തിന് എല്ലാ നന്മകളും നേരുന്നു. നമസ്കാരം.
എറണാകുളം. ചേന്തി റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അതെ, ആദ്യമായിട്ടാണ് ഞാൻ ഇടുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ അനുഗ്രഹം കാരണം എല്ലാം നന്നായിട്ട് പോയി. പേര് മല്ലിക. ഞാനിപ്പോൾ 4ാമത്തെ തവണയാണ് ഇടണം. പൊങ്കാല ഇട്ടില്ല, തിരളിയാണ് വെച്ചത്. മോളെ കൊണ്ട പൊങ്കാല ഇടിച്ചു. മോള് ബാംഗ്ലൂരിൽ നിന്ന് ആദ്യമായിട്ട് ഇടണതാണ്. ഞങ്ങൾ എറണാകുളം. എല്ലാ വർഷവും ഇവിടെ തന്നെ വരുന്നത്? ഇല്ല, പല സ്ഥലങ്ങളിലായിട്ടാണ് ഇടണത്. ഒരേ കൂട്ടരോടുകൂടി വരും, എവിടെയെങ്കിലൊക്കെ ഇട്ട് പോകും. അമ്മേനെ തൊഴുത് ഭംഗിയായിട്ട് വന്നിട്ട്. ഇവിടെ വന്നപ്പോഴുള്ള അനുഭവം എന്താണ്? നല്ല അനുഭവം. ഞങ്ങൾ ഒരുപാടൊക്കെ കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങൾക്ക് അമ്മേനെ കാണാൻ പറ്റി. അതുവരെ തന്നെ പൊങ്കാല ഇട്ട് തിരളി ഉണ്ടാക്കി എല്ലാം നന്നായിട്ട് ഭംഗിയായിട്ട് തീർന്നു. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. തലേദിവസം വന്നതാണ് അവിടെ? ഇന്നലെ രാത്രി ഞങ്ങൾ 9:30 എത്തി. 2 മണിക്ക് മുമ്പ് ദർശനം കണ്ട് അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് ഓട്ടോറിക്ഷയൊക്കെ ഇട്ട് വന്നു. നന്നായിട്ട് തൊഴുതു വന്നു. ഇവിടെ രാവിലെ വന്ന് പൊങ്കാല. സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? എന്തോ? ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ സ്റ്റേ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ അടുത്തൊരു സ്റ്റേ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. ശാരദ, എറണാകുളം കടവന്തരിയിലേന്ന് വന്നതാ. ഇന്നലെ രാത്രി പുറപ്പെട്ടു അമ്പലത്തിൽ പോയി തൊഴുതു, ദേവീനെ കണ്ട് അനുഗ്രഹം കിട്ടു, പൊങ്കൽ വഹിച്ചു. ഒരുക്കങ്ങളൊക്കെ കുഴപ്പമില്ല. ശരി, താങ്ക് യു. എല്ലാം നന്നായിട്ടുണ്ട്. ഓക്കെ. ഇതുപോലെ ഇനിയും അടുത്ത കൊല്ലം കാണണം. പൊങ്കളായിട്ടാണ് ദൈവാനുകരിക്കുന്നത്. ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് വരണോ. അസോസിയേഷൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല ഭംഗിയായിട്ടാണ് നടന്നിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളും അവർ തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ആറ്റുകാൽ അമ്മയുടെ പൊങ്കാലയ്ക്ക് ഇത് 2ാമത്തെ തവണയാണ് വരുന്നത്. അതും ഈ അസോസിയേഷനിൽ തന്നെയാണ് വീണ്ടും വരാനും പൊങ്കാലിടാനുള്ള ഭാഗ്യം ലഭിച്ചത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. പേര് അനിത. ഞങ്ങൾ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ഞങ്ങൾ കുറേ പേര് എല്ലാ വർഷവും ഇവിടെ വന്നാണ് പൊങ്കാല ഇടാറുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഈ അസോസിയേഷൻ്റെ പേര് കിട്ടാറുണ്ട്. വളരെ നന്ദി. ആറ്റുകാലമ്മയുടെ ഈ തിരുനട പൊങ്കാല ഇടാമെന്നത് എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. അല്ല, ഞാനിവിടെ 4ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. അല്ലാതെ നേരത്തെ ആറ്റുകാല അമ്പലത്തിനടുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. 6-7 വർഷം കൊണ്ട് ഇടുന്നുണ്ട്. വരും. ഞങ്ങൾ വരുന്നത് കട്ടപ്പനയിൽ നിന്നാണ്. ഞങ്ങളുടെ ഫാമിലി 6-7 മെമ്പേഴ്സ് ഉണ്ട്. വർഷങ്ങളായിട്ട് ആറ്റുകാൽ പൊങ്കാല ഇടുന്ന ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷെ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് ഇത്ര സൗകര്യത്തിലും ഒക്കെ ഞങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാല ഇടാൻ സാധിച്ചത്. അമ്മയോട് വളരെയധികം ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയും സന്തോഷവും എല്ലാം ഉണ്ട്. മനസ്സ് നിറഞ്ഞ് ആണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. എല്ലാം വളരെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഈ വർഷം തന്നതാണ് അമ്മ. സന്തോഷം. അമ്മേ നാരായണ. എൻ്റെ പേര് ഷൈനി. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നതായിരുന്നു. ഞങ്ങൾ ഇന്നലെയാണ് വന്നത്. എല്ലാ ഒരുക്കങ്ങളും അസോസിയേഷൻ ഭംഗിയായി പൂർത്തീകരിച്ച് തന്നിരുന്നു. ആദ്യത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഷൊർണൂരിൽ നിന്നാണ് വരുന്നത്. നല്ല ഒരുക്കങ്ങളാണ് ഇവിടെ എല്ലാം. ഭക്ഷണമാണെങ്കിലും ഇവിടെ ഒരുക്കങ്ങൾ നടത്തിയതാണെങ്കിലും എല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആദ്യത്തെ പ്രാവശ്യത്തിന് ഇടാൻ പറ്റി. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ബിന്ദു എന്നാണ് പേര്. ഇവിടെ നല്ല ഒരുക്കങ്ങളൊക്കെ ഒരുക്കി ഞങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നല്ല സുഖമായിട്ട് ഞങ്ങൾ പൊങ്കാലിട്ടു. എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ തന്നെ വരാറ്. എല്ലാം വളരെ നല്ല ഇതായി. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായിരുന്നു. എൻ്റെ പേര് സൗമ്യ. ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ അമ്മ, പിന്നെ ഞങ്ങളൊരു കുറച്ച് നാട്ടുകാർ 10-30 പേര് വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വലിയ സ്വീകരണമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അസോസിയേഷൻ്റെ ടീമിലായാലും ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് കറക്റ്റ്, വെള്ളം കറക്റ്റ് സമയത്ത്. പിന്നെ ഞങ്ങൾക്ക് പുതിയ നാടാണ്, ആദ്യമായിട്ട് വരികയാണ്. പക്ഷേ ആദ്യമായിട്ട് വരുന്നതിൻ്റെ ഒരു പരിചിതോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര സഹകരണം നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നന്ദിയുണ്ട് കേട്ടോ. ഇവിടുത്തെ ആളുകൾ നല്ല സഹകരണമാണ്. ഞങ്ങൾക്ക് നല്ല എല്ലാ ഹെൽപ്പും ചെയ്ത് തന്നിട്ടുണ്ട്. അവർക്ക് വളരെ നന്ദിയുണ്ട് ഇവിടുത്തെ ആളുകൾക്ക്. അതുപോലെ ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ പൊങ്കാലിടാൻ വന്നതാണ്. ഒത്തിരി സന്തോഷമായി. എൻ്റെ പേര് അമ്പിളി. പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഞങ്ങൾ 28 ആളുണ്ട്. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു നല്ല സ്ഥലം കിട്ടുമെന്നാ. ഞങ്ങളെ ഫുഡ് കൊണ്ടും ഞങ്ങളെ സഹായിച്ചു, എല്ലാം കൊണ്ടും ഞങ്ങളെ സഹായിച്ചു. പന്തലിട്ട് ഞങ്ങൾക്ക് വെയിൽ കൊള്ളാതെ ഈ പൊങ്കാല ഇടാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങൾക്ക് എന്നും ഞങ്ങളുടെ ദേവിയുടെ പേരിൽ ഒരുപാട് നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ അടുത്ത കൊല്ലം വരുമ്പോൾ ഇതുപോലെ ഇതിൽ നല്ലതായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ സഹകരിക്കുന്നു. ഞങ്ങളുടെ സഹകരണം ഞങ്ങളുടെ വശത്തുനിന്ന് നന്നായി ഉണ്ടാവുന്നു ഞങ്ങൾ പറയുന്നു. വളരെ നന്ദി. എൻ്റെ പേര് ഉഷാറാണി. ഞാൻ പുനലൂരിൽ നിന്നാണ് വരുന്നത്.
എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെയുള്ള സംഘാടകർ വളരെ ഭംഗിയായിട്ട്, ഞങ്ങൾ പുറത്തുനിന്ന് വന്നവരാന്നൊന്നും കരുതാതെ നല്ല ഭംഗിയായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. അടുത്ത വർഷവും ഞാൻ ഇവിടെ തന്നെ വരും. പേര് ഷീല, തലശ്ശേരിയിൽ നിന്ന് വരുന്നത്. അസോസിയേഷൻ ഒരുക്കങ്ങളെല്ലാം നന്നായിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല ഭംഗിയായി. അല്ല, ഞാൻ രണ്ടാമത് വരുന്നത്. ഇവിടെ ആദ്യത്തെ പ്രാവശ്യം. അടുത്ത വർഷം ദൈവം സഹായിച്ചിട്ട് കയ്യെങ്കിലും വരും. ദൈവാനുഗ്രഹം നന്നായി. എല്ലാം കൊണ്ടും നല്ല തന്നെ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ താമസിക്കുകയാണ്, വേറെ സ്ഥലത്താണ്. ഇവരെ റെസിഡൻസിൻ്റെ ഇതിൽ ഇവിടെ ഇടുന്നത്. ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ ഇടുന്നത്. സുബിത. നമസ്കാരം. നമ്മൾ ശ്രീധന്യ അപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നാണ് വരുന്നത്. സ്വന്തം നാട് അമ്പലപ്പുഴയാണ്. ഇത് രണ്ടാമത്തെ തവണയാണ് ഇവിടെ ഇടുന്നത്. ടോട്ടൽ 3 തവണ ഇട്ടു. അസോസിയേഷൻ്റെയും എല്ലാം സഹകരണവും എല്ലാം നല്ല രീതിയിൽ നടന്നു. ആറ്റുകാലമ്മയെ നമ്മളെ അനുഗ്രഹിച്ചു. എല്ലാം നല്ല രീതിയിൽ നടന്നു. എൻ്റെ പേര് സിന്ധു. ഇത് എൻ്റെ സിസ്റ്ററാണ് അനുജ. ഞങ്ങൾ 5 വർഷക്കാലമായിട്ട് ഇവിടെ പൊങ്കാലയിടാൻ വേണ്ടി വരികയാണ്. ചേന്തി റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിലാണ് പൊങ്കാലയിടുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ വളരെയധികം സന്തോഷകരമാണ്. അതുതന്നെയല്ല, യാതൊരു ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് ഒന്നിനും ഉണ്ടായിട്ടില്ല. ഒരു ഫോൺ വിളിയിൽ ഞങ്ങൾക്ക് അടുപ്പുകളെല്ലാം റെഡിയായി. ഒരു ഫുഡിൻ്റെ കാര്യമാണെങ്കിലും വെള്ളത്തിൻ്റെ കാര്യമാണെങ്കിലും അത്രമാത്രം മഹത്തായ സേവനമാണ് ചേന്തി റെസിഡൻസ് അസോസിയേഷൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അവരുടെ ആ ഒരു ത്യാഗോജ്വലമായ പ്രവർത്തനത്തെ വളരെയധികം നന്ദിയോടുകൂടിയാണ് സ്മരിക്കേണ്ടത്. ഇനിയും ഭാവിയിലും അവരുടെ പ്രവർത്തനങ്ങൾ വളരെ നന്നായി നടക്കട്ടെ. ഇത്രയും നല്ല മനസ്സുള്ള ഒരുപറ്റം ആൾക്കാരെ കണ്ടുമുട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഭാവിയിലും റെസിഡൻസ് അസോസിയേഷൻ ഉയർന്ന് വളരെ വലിയ ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. ഞാൻ അടൂരാന്ന് വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവിടെ സൗകര്യം ഒപ്പിച്ചത്. ഞാൻ ആറ്റുകാൽ പോയിരുന്നപ്പോഴാണ് ഇവിടെ സൗകര്യം ഒപ്പിച്ചത്. അതിന് 101 പൊങ്കാലയാണ് എൻ്റെ വഴിപാട്. അത് ഞാനിപ്പോൾ ദുബായിലായിരുന്നു. ദുബായിൽ നിന്ന് ഇപ്പോൾ ഈ പൊങ്കാലയ്ക്ക് വേണ്ടി ഇപ്പോൾ അവധിയെടുത്ത് വന്നതാണ്. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു മരണം നടന്നുകൊണ്ട് നടന്നില്ല. അതുകൊണ്ട് ഈ വർഷം എനിക്ക് പെരിങ്ങനാട് അമ്പലത്തിൽ ഒരു 101 പറയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 101 പൊങ്കാലയായിരുന്നു. ഇച്ചിരി വെയിലായി പോയി, എന്നാലും കുഴപ്പമില്ല. അമ്മയ്ക്ക് സന്തോഷമായി. എൻ്റെ പെങ്ങളും ഞാനും പെങ്ങളുടെ ഉള്ള ആൾക്കാരോട് വന്ന് സഹകരിച്ചു. ഭംഗിയായിട്ട് പോന്നു. പിന്നെ ഇവിടെ SNDPയുടെ അസോസിയേഷൻ്റെ ആൾക്കാർ എല്ലാ ഫുഡുകളും കാര്യങ്ങളും എല്ലാ സംവിധാനവും ചെയ്തു തന്നു. ഇച്ചിരി വെയിൽ മാത്രമായി പോയി. പെട്ടെന്ന് വന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് നടക്കാവുന്നത്. പിന്നെ ഞാൻ കുറച്ച് കേസിൻ്റെ പുറത്താണ്. ഫാമിലി കേസാണ്. ആ കേസിൽ നിന്നൊന്ന് മോചനം വരണം. സ്വത്തുക്കളെല്ലാം വൈഫിൻ്റെ കയ്യിലിരിക്കുന്നു. നമ്മൾ വട്ടപൂജ്യത്തിൽ ഇറങ്ങി വീണ്ടും ഗൾഫിൽ പോയി ജോലി ചെയ്തു. അങ്ങനെ സ്വത്തില്ലാത്ത ഒരാളാണ് ഇവിടെ. വീണ്ടും അമ്മ കരയെത്തിക്കും. പാസ്പോർട്ട് ഈ പൊങ്കാലയിടാൻ കാരണം പാസ്പോർട്ട് കിട്ടാൻ താമസം വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി. കേസും കാര്യങ്ങളായിപ്പോയി. അന്നേരം ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ അന്നേരം അമ്മയോട് പറഞ്ഞു, പാസ്പോർട്ട് കിട്ടാതെ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മയെ ഇന്നലെ വന്ന് കണ്ടതാണ്, എന്തുകൊണ്ട് പാസ്പോർട്ട് തരാമെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ ഇനി വ്യാഴാഴ്ച എന്നാൽ പറഞ്ഞു വെള്ളിയാഴ്ച തരത്തുള്ളൂ. അന്നേരം എനിക്ക് വ്യാഴാഴ്ച എയർപോർട്ടിൽ കയറിക്കൊണ്ടായിരുന്നു. അങ്ങനെ അമ്മ എനിക്ക് ആ പാസ്പോർട്ട് പുതുക്കി തരുകയും ആർക്കും കൊടുക്കാതെ, ആർക്കും ആ പാസ്പോർട്ട് അങ്ങനെ കൊടുക്കുന്നില്ല, എൻ്റെ കയ്യിൽ അന്നേരം തന്നെ 4 മണിക്കൂർ കൊണ്ട് അടിച്ച് എനിക്ക് അന്നേരം തരുകയും ചെയ്തു. ഞാൻ ഇവിടുന്ന് 1.5 മണിക്കൂർ കൊണ്ട് കൊച്ചി എയർപോർട്ടിൽ നിന്ന് കയറി പോവുകയും ചെയ്തു. തിരുവനന്തപുരത്ത് കൊച്ചി എയർപോർട്ടിൽ പോയിട്ട് വൈകിട്ട് 6 മണിക്ക് കയറി പോവുകയും ചെയ്തു. അങ്ങനെ അമ്മേനെ ഇത് ചെയ്തു. അന്നേരം ഞാൻ അന്ന് തൊട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. ഞാൻ ഒറ്റ സംഖ്യയാണ് പറഞ്ഞത്. അന്നേരം 100-101 കൊടുക്കാമെന്ന് പറഞ്ഞു. അത് ഇപ്പോൾ വന്ന് ചെയ്യാനുള്ള അവസരം തന്നതിന് എല്ലാം അമ്മയുടെ ഭാഗ്യം. അമ്മയുടെ അരികിലും പിന്നെ എൻ്റെ കുടുംബവും എല്ലാം ഒന്നിച്ചായി മക്കളോടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതും അമ്മ സാധിച്ചു തരുമെന്ന് ഉറപ്പുണ്ട്. പിന്നെ അത് എല്ലാവരും ഫലം കണ്ടിട്ടേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഫലം കാണുന്നതിനൊക്കെ ചെയ്യുവാണ്. പിന്നെ എല്ലാം അമ്മയുടെ ദൈവത്തിൻ്റെയും കളി. അമ്മ പറയുന്ന പോലെ അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യണം. വയസ്സുകളോടെ ഇരുകരണത്തോടുകൂടാൻ അഭ്യർത്ഥിക്കുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവ്വപ്രസാദികേ
शरण्ये त्र्यंबके गौरी नारायणी नमोस्तुते।